എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പോർവിളി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത്. ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധമുണ്ടായാൽ, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, തീർച്ചയായും പാകിസ്ഥാൻ തോൽക്കും. ഒരു യുദ്ധമാവുമ്പോൾ ഇരു കൂട്ടർക്കും നഷ്ടങ്ങൾ ഉണ്ടാകും. തീർച്ചയായും ഇന്ത്യക്കും ചില നഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അന്താരാഷ്ട്ര തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ എല്ലാ കാലത്തും സമാധാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമാണ് എന്ന് കാണാം. ഒരിക്കൽ പോലും ഒരു വിദേശ രാജ്യത്തെ ആക്രമിക്കുകയോ അധിനിവേശം ചെയ്ത് ഭൂമി പിടിച്ചെടുക്കുകയോ ചെയ്ത ഒരു ചരിത്രം നമ്മുടെ ഭാരതത്തിനില്ല. അതോർത്ത് ഓരോ ഇന്ത്യക്കാരനും തീർച്ചയായും അഭിമാനിക്കാം. എന്നാൽ ബ്രിട്ടന്റെ കാര്യം നോക്കൂ. ലോകത്ത് എത്ര രാജ്യങ്ങളെയാണ് ചരിത്രത്തിൽ അവർ അധിനിവേശം നടത്തി കീഴ്പ്പെടുത്തി കൊള്ളയടിച്ചത്? നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഏപ്രിൽ 22 പെഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു യുദ്ധത്തിന്റെ കാർമേഘം ഉരുണ്ടുകൂടി കിടക്കുകയാണ്. ഏത് നിമിഷവും ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിച്ചേക്കാം. തീർച്ചയായും പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരു തിരിച്ചടി അർഹിക്കുന്നുണ്ട്. എന്താണ് കാരണം? ഇപ്പോൾ പഹൽഗാമിൽ 26 നിരപരാധികളെ കൊല ചെയ്തത് മാത്രമല്ല അതിന്റെ കാരണം. 1947 മുതൽ ഇന്ത്യ വിഭജനം നടന്ന ആ സമയം മുതൽ കാശ്മീരിൽ നുഴഞ്ഞുകയറ്റവും ഭീകരപ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിൽ പാകിസ്ഥാന് വലിയ പങ്കുണ്ട്. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകര സംഘടനകളാണ് കാശ്മീരിൽ അശാന്തി പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ ഇന്ത്യക്ക് പാകിസ്ഥാൻ വരുത്തിവെച്ച നഷ്ടങ്ങൾ ചില്ലറയല്ല. അതുകൊണ്ട് ഒരിക്കലും പാകിസ്ഥാനെ ഇപ്പോൾ ഇന്ത്യ തിരിച്ചടിക്കുകയാണെങ്കിൽ അതിൽ ഒരു അന്യായവുമില്ല. ചരിത്രവും വർത്തമാനവും അറിയുന്നവർക്കെല്ലാം ഇത് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഇനി പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളെ വെള്ളവും വളവും നൽകി വളർത്തുന്നുണ്ട് എന്നത് പരസ്യമായ ഒരു സത്യമാണ്. അതിന് ഏറ്റവും പുതിയ ഒരു തെളിവാണ് ഈ അടുത്ത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ആസിഫ് ഖാജ സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം. അദ്ദേഹം തുറന്നു തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, അമേരിക്കക്കും ബ്രിട്ടനും മറ്റു പാശ്ചാത്യ ശക്തികൾക്കും വേണ്ടി പാകിസ്ഥാൻ ഭീകരവാദ സംഘങ്ങൾക്ക് പണവും പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതേപറ്റി മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു യുദ്ധം നടന്നാൽ പാകിസ്ഥാൻ തവിടുപൊടിയാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അതുമാത്രമാവില്ല സംഭവിക്കുക. പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഛിന്നഭിന്നമാവാനും സാധ്യതയുണ്ട്. കാരണം വിഘടനവാദം വളരെ ശക്തമാണ് പാകിസ്ഥാനിൽ. പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. ബലൂച്ച് ലിബറേഷൻ ആർമി പോലെയുള്ള സംഘടനകൾ ബലൂചിസ്ഥാന് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം എന്ന് വളരെ ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല സിന്ധ്, ഖൈബർ പക്തൂൺഖ പ്രവിശ്യകളും വിഘടനവാദം ഉയർത്തുന്നുണ്ട്. ഇന്ത്യയുമായി ഒരു യുദ്ധമെങ്ങാനും സംഭവിച്ചാൽ പാകിസ്ഥാൻ ഛിന്ന ഭിന്നമാവുമെന്നത് ഏകദേശം ഉറപ്പായ കാര്യമാണ്. അതേസമയം ബംഗ്ലാദേശിൽ നിന്ന് മറ്റൊരു പ്രസ്താവന വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച, ബംഗ്ലാദേശിന്റെ റിട്ടയേർഡ് മേജർ ജനറലായ ALM ഫസലുർ റഹ്മാൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ബംഗാളി ഭാഷയിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു: പെഹൽഗാം ആക്രമണത്തിന് പകരമായി ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം. ഈ കാര്യത്തിന് വേണമെങ്കിൽ ചൈനയുമായി ഒരു സംയുക്ത സൈനിക വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യാം. നോക്കൂ, എത്ര ബാലിശവും അതേസമയം ധീരത്വവുമാണ് ബംഗ്ലാദേശ് നേതാവ് എഴുതിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു തിരിച്ചടി നേരിടാൻ ബംഗ്ലാദേശിന്റെ കയ്യിൽ എന്തെങ്കിലുമുണ്ടോ? പാകിസ്ഥാന്റെ കയ്യിലാണെങ്കിൽ ഇത്തിരി ആണവായുധമെങ്കിലും ഉണ്ടെന്ന് വെക്കാം. പക്ഷെ ബംഗ്ലാദേശിന്റെ കയ്യിൽ ഇന്ത്യയെ നേരിടാൻ ഒരു ചുക്കുമില്ല. അതുകൊണ്ട് വെറുതെ ഇന്ത്യയെ ചൊറിയാൻ വരാതിരിക്കുന്നതാകും ബംഗ്ലാദേശിനും നല്ലത്. 1971 പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാവാൻ ബംഗ്ലാദേശിനെ സഹായിച്ചത് ഇന്ത്യയാണ് എന്ന് അവർ ഓർക്കുന്നത് നല്ലതാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഇന്ത്യയെ ചൊറിയാൻ വരാതെ അവരവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുക. പാകിസ്ഥാനിലെ പട്ടിണിയും തൊഴിലില്ലായ്മയും പരിഹരിക്കുക. അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കും സിഖുകാർക്കുമൊക്കെ സുരക്ഷ നൽകുക. ഇക്കാര്യം ബംഗ്ലാദേശിനും ബാധകമാണ്. അവിടെ കാലങ്ങളായി ഹിന്ദു ന്യൂനപക്ഷത്തെ വെറുതെ മനുഷ്യത്വ വിരുദ്ധമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം അറുതി വരുത്തി സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങൾ നോക്കുകയാണ് ഇവർക്കെല്ലാം നല്ലത്
എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇന്ത്യയെ പോലൊരു ശക്തിയെ ഓലപ്പടക്കം കാണിച്ച് പേടിപ്പിക്കണ്ട എന്നാണ് ഓരോ ഇന്ത്യക്കാരനും ചിന്തിക്കുന്നത്. കൺക്ലൂഷനായി പറയട്ടെ, ഒരു യുദ്ധം നടക്കാതെ തന്നെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമെല്ലാം സമാധാനം നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.